ജസ്റ്റിസ് ബി കമാൽ പാഷ, ഈ പറയുന്നത് പോലെ ഭാഗ്യലക്ഷ്മി ചോദിച്ചതുപോലെയുള്ള ചോദ്യം, സാധാരണക്കാരുടെ അവസാന അത്താണി എന്ന് പറയുന്ന നീതിന്യായ വ്യവസ്ഥയിൽ ഇത്തരത്തിൽ വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടെ സൂക്ഷിക്കേണ്ട ഒരു ഡോക്യുമെന്റ് അത് പലരും കാണുന്നു. ജഡ്ജിയുടെ PA കാണുന്നു, ശിരസ്തദാർ കാണുന്നു, അത്തരത്തിലൊരു റിപ്പോർട്ട് അതിജീവിത ആവശ്യപ്പെടുന്നു, റിപ്പോർട്ട് കൊടുക്കാൻ താമസിക്കുന്നു. ഇപ്പോൾ ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വരുന്നു. അതിജീവിത സ്വന്തം സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ തന്റെ വേദന മുഴുവൻ ചൊരിഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നു. എന്താണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ സംഭവിക്കുന്നത്? അത് ആ കുട്ടി പറഞ്ഞതിനകത്ത് ഒരിക്കലും ഒരു തെറ്റും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം അത് അതിന്റെ യഥാർത്ഥത്തിൽ വലിയൊരു വിലാപം തന്നെയാണ് അതിന്റെ ഭാഗത്തു നിന്നുള്ളത്. കാരണം അത് ഒരുപാട് ബുദ്ധിമുട്ട് അത് സഹിച്ചു. വളരെയധികം വലിയൊരു ഇതേപോലെയുള്ള ഒരു വലിയ അതിക്രമം അതിൽ നിന്ന് അതിജീവിച്ചു വരുന്ന ഒരു കുട്ടി. അപ്പൊ അതിന്റെ സ്വകാര്യത സംരക്ഷിക്കാൻ കോടതിക്ക് പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കോടതി പോലും അതില്ല. കാരണം അത് ഇല്ല, വേലി വിളവ് തിന്ന എന്ന് പറഞ്ഞതല്ലേ നടക്കുന്നത്. കോടതിയിൽ ഇത് കൊണ്ടുവന്നിട്ട് അത് അവിടെ കണ്ടവനും എല്ലാം എടുത്ത് വെച്ച് കാണുക, തോന്നിവാസം പോലെ കൊണ്ടു നടക്കുക. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ജുഡീഷ്യറിയിൽ തന്നെ ആ കുട്ടി പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ജുഡീഷ്യറിയിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകുമ്പോൾ അത് ഒരിക്കലും അതിന് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. കാരണം അവസാനത്തെ അത്താണിന്ന് ആളുകൾ കാണുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന പ്രവൃത്തി കുറെ ആളുകളുടെ ഭാഗത്തു നിന്നെങ്കിലും ഉണ്ടാവുമ്പോൾ അത് യഥാർത്ഥത്തിൽ അതിന് ശരിയായ നടപടിയാണ് അതിന് വേണ്ടത്. അത് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ഇതിന്റെ പുറയിലുള്ള ആരാണെന്ന് വെച്ചാൽ അവരുടെ എല്ലാം നോക്കിയിട്ട് അതിന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അവരെ ശിക്ഷിക്കണം. അതാ ചെയ്യേണ്ടത്. അതൊന്നും സർവീസിൽ പോലും വെച്ചുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല ഇങ്ങനെയുള്ള ആളുകളെ. കാരണം ഇതുപോലുള്ള തോന്നിവാസം കാണിക്കുന്നത് ആ കുട്ടിക്ക് അതിന്റെ ജീവിതത്തിലെ ഒരു അത്രത്തോളം വലിയൊരു സംഭവം ഉണ്ടായതാണ്. വലിയ മുറിവാണ് അതിനെ പറ്റിയത്. ആ മുറിവ് എന്ന് പറയുന്നത് അതായത് ഇങ്ങനെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയാം, അത് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ മാനസികമായിട്ടുള്ള ഈ മുറിവെന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്നും അതിന് നിലനിൽക്കും. അതിന്റെ ജീവിതം മുഴുവൻ അതിന് വേട്ടയാടുന്നതാണ്. അപ്പൊ അത് വല്ലവരും കണ്ട് സൂഹിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോവുക. ഇത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്താണെന്ന്. ഇത് അമ്മയും പെങ്ങളും ഒക്കെ ഉള്ളവന്മാരിങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ആരും ചെയ്യത്തില്ല. ഇതുപോലെ ജഡ്ജി പറഞ്ഞിട്ട് എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും അത് വിശ്വസിക്കാക്കത്തില്ല. അത് ആ ജഡ്ജി എടുത്ത് ചോദിക്കേണ്ട കാര്യമാണ്. അത് ഇതുവരെ ചോദിച്ചതായിട്ട് കാണുന്നില്ല. അപ്പൊ ഏതായാലും അതിന്റെ ബാക്കി നടപടി ഒക്കെ വരട്ടെ, മുമ്പോട്ട് പോകട്ടെ. ഏതായാലും ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഈ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമുക്ക് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ വിശ്വാസ്യത അത് നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണിത്. അതിന് സംശയമൊന്നുമില്ല. കാരണം ഇത് ആർക്കും അങ്ങനെ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റുന്ന ഒരു സാധനമല്ല. കോടതിയിലെ ഒരു പ്രോപ്പർട്ടിയാണ്. തൊണ്ടിമുതൽ എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി ക്ലർക്ക് അത് റെക്കോർഡിനകത്ത് എഴുതി അത് എൻ്റർ ചെയ്തതിന് ശേഷം അത് സേഫ് കസ്റ്റഡി സൂക്ഷിക്കേണ്ട ഒരു സാധനമാണിത്. അപ്പൊ അത് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമ്മൾ വേറെ ചിലത് കാര്യം കാണുന്നല്ലോ, ഏതോ ഒരു കൊലക്കേസിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ മുഴുവൻ അങ്ങ് പോയേക്കാണെന്ന്. ഇതൊക്കെ ഈ രീതിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ നീതിന്യായ വ്യവസ്ഥയിൽ ആളുകൾക്ക് വിശ്വാസം വരും? ഈ നീതിന്യായ വ്യവസ്ഥ നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നത്, ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ സമൂഹം തന്നെ മുമ്പോട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസമാണ്. അതിന്റെ കഴിവൊന്നുമല്ല. നീതിന്യായ വ്യവസ്ഥയുടെ കഴിവെന്ന് ഞാൻ പറയുന്നില്ല, അതിലെ ആളുകൾക്കുള്ള വിശ്വാസമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ സംവിധാനത്തിലുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നഷ്ടപ്പെടാൻ പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിന് അത് വലിയ ദ്രോഹമാണ് ഉണ്ടാക്കുന്നത് സമൂഹത്തിന്. കാരണം അത് സമൂഹത്തിന്റെ ആ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമായിട്ട് മാറി. ഇതൊരിക്കലും ഈ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇത്. ശരി, വളരെ നന്ദി. റിട്ടയർഡ് ജസ്റ്റിസ് ബി കമാൽ പാഷയാണ് 24നോട് പ്രതികരിച്ചത്.